ഇതൊക്കെ കൊണ്ടിട്ടാണ് പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും മുൻവിധിയോടുകൂടി സമീപിക്കരുതെന്ന് പറയുന്നത്. ഞാൻ ധരിച്ചിരുന്ന സകല ധാരണകളെയും തകർത്തിട്ടുള്ള ഒരു മണമാണ് ഇതിൻ്റെ ഒരു 3 പെർഫ്യൂമിൻ്റെയും മണമാണ് ഈ ഒറ്റ ബോട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത ഒരു മണം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത പെർഫ്യൂമിൽ ഒട്ടും സിന്തറ്റിക് അല്ലാതെ യാതൊരുവിധ ആർട്ടിഫിഷ്യൽ മണം ചേർക്കാതെ നമുക്ക് കെമിക്കലിൻ്റെ മണമോ സ്മെല്ല് ചെയ്യുമ്പോൾ കെമിക്കൽ ഫീലിങ്ങോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കൃത്രിമത്വം ഇല്ലാത്ത ഒരു മണം. ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈ ഡൗൺ ഒരു രക്ഷയില്ലാത്ത ഡ്രൈ ഡൗൺ ആണ്. ചൂട് സമയത്ത് നല്ല പൊള്ളുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണിത്. അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും. നമ്മുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ അത്തരം ചിന്തകളൊക്കെ എടുത്തു മാറ്റി പകരം നമ്മൾ ബൂസ്റ്റായിട്ട് നിൽക്കുന്ന ഒരുതരം നോട്ടാണ് ഇതിൻ്റേത്. അതുകൊണ്ടാണ് പലർക്കും അക്വാറ്റിക് പെർഫ്യൂംസിനോട് ഒരു താല്പര്യം പ്രത്യേകിച്ചുള്ളത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പെർഫ്യൂമാണ് ബുൾഗാരി അക്വാ പെർഫ്യൂം. ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2005 ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. ജാക്വസ് കവാലിയർ എന്നുള്ള പെർഫ്യൂമറാണ് ഈ പെർഫ്യൂമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പെർഫ്യൂമർ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം പലതവണ വാങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല, ഉദ്ദേശിക്കുന്ന നല്ല മണമായിരിക്കില്ല, ടിപ്പിക്കൽ അക്വാട്ടിക് മറൈൻ സ്മെല്ലായിരിക്കും എന്നൊരു മുൻവിധിയോടുകൂടി കണ്ട് ഞാനിത് പലപ്പോഴും വാങ്ങാതിരുന്നു. പക്ഷെ ഒരു തവണ യാദൃച്ഛികമായി എനിക്കിത് സ്മെല്ല് ചെയ്യാനൊരു അവസരം കിട്ടി. പിന്നീട് ഞാനിത് സ്പോട്ടിൽ തന്നെ ബ്ലൈൻഡ് ബൈ ചെയ്തു. അങ്ങനെ 1-2 ബോട്ടിൽ ഉപയോഗിച്ച് തീർത്തു. ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ മണം എന്താണ്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, എന്താണ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഫീലിംഗ്, ഇതെല്ലാം വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്നലെ തലേ ദിവസം നല്ല മഴയായിരുന്നു, ഇടിയും മഴയും ഉണ്ടായിരുന്നു. മഴയ്ക്ക് ശേഷം അന്തരീക്ഷം അല്പം തണുത്തിട്ടുണ്ട്. പുറത്ത് പോയി റിവ്യൂ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എന്നിരുന്നാലും സാഹചര്യം കൊണ്ട് പുറത്ത് പോകാൻ പറ്റിയില്ല. എങ്കിലും റിവ്യൂ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അകത്തിൽ നിന്ന് റിവ്യൂ ചെയ്യുന്നത്. ഈ അക്വാറ്റിക് പെർഫ്യൂമൊക്കെ വരുമ്പോൾ പൊതുവെ ഞാൻ പുറത്ത് പോയി റിവ്യൂ ചെയ്യുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത്. എങ്കിലും നമുക്കിന്ന് തൽക്കാലം ഇവിടെ വെച്ചങ്ങ് റിവ്യൂ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് പാക്കേജിങ് ബുൾഗാരിയുടെ ഒരു ലൈനപ്പിൽ വരുന്ന പാക്കേജിങ് ഏകദേശം സെയിം തന്നെ. ഈ അക്വ ലൈനപ്പിൽ വരുന്ന പെർഫ്യൂമിൻ്റെയൊക്കെ പാക്കേജിങ് സെയിം തന്നെയാണ്. ഇവിടെ ബുൾഗാരി എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോർ ഹോം ഓരറ്റോൾട്ട് കോൺസെൻട്രേഷൻ 100 ml. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളുമുണ്ട്. QR കോഡ്, മെയ്ഡ് ഇൻ ഇറ്റലി, കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ടോപ്പിൽ ബുൾഗാരി എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇത്രയാണ് ബോക്സ് ഡിസൈൻ. പാക്കേജ് ചെയ്യുമ്പോൾ ഇവിടെ ബുൾഗാരി എന്ന് കൊടുത്തിട്ടുള്ള ബുൾഗാരി പെർഫ്യൂംസ് bulgari.com. ഇതാണ് ബോട്ടിൽ. ഇത് ശരിക്കും നിങ്ങൾ നേരിട്ട് കാണണം. നേരിട്ട് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗിയൊന്ന് ആസ്വദിക്കാൻ പറ്റും. ഒരു ഡെക്കറേറ്റീവ് വസ്തുവിനെ പോലെയാണ് നമുക്ക് കാഴ്ചയിൽ അതും തോന്നുന്നത്. കയ്യിൽ ഹോൾഡ് ചെയ്യാനും കൊള്ളാം. ഒരു കടൽ തീരത്തെ ഉരുളം കല്ലുകൾ പോലെയുള്ള ഒരു പെബിൾസ് പോലെയുള്ള ഒരു ലുക്ക്. ശരിക്കും ഇത് നേരിട്ട് നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവും. ഒരു ഡെക്കറേറ്റീവ് വസ്തുവിനെ പോലെയാണ് കാഴ്ചയിൽ. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാണ് ബുൾഗാരി ഈ ഒരു പെർഫ്യൂമിന് കൊടുത്തിട്ടുള്ളത്. യുണീക്കായിട്ടുള്ളൊരു ബോട്ടിൽ ഡിസൈനാണ്. ചിലപ്പോഴൊക്കെ ചില കാറിൻ്റെയൊക്കെ ഫ്രണ്ടിലിരിക്കുന്ന, കാറിൽ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമിൻ്റെയൊക്കെ ഒരു ലുക്ക് കൊണ്ട് ഇതിനെ കാണാൻ. അപ്പോൾ ബോട്ടിൽ ഡിസൈനിന് ഞാൻ 10 out of 10 കൊടുത്തു. കൊള്ളാം, നല്ലൊരു ബോട്ടിൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പെബിൾ ബോട്ടിൽ ഡിസൈൻ. ട്രൈ ചെയ്തതിന് മുമ്പായിട്ട് ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ ടോപ്പ് നോട്ട് വരുന്നത് മാൻഡറിൻ ഓറഞ്ച്, പെറ്റിറ്റ് ഗ്രീൻ. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ സീ വീഡ്, ലാവൻഡർ, കോട്ടൺ ഫ്ലവർ. ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ വെർജീനിയ, സിഡാർ, വൂഡ്സി നോട്ട്, പച്ചൂളി, ക്ലേരി സേജ്, ആംബർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രെയർ കൊള്ളാം, അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇപ്പോൾ അത് നിങ്ങളൊന്ന് സ്മെല്ല് ചെയ്യണം കേട്ടോ. ഇത് ഉറപ്പായി നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു പെർഫ്യൂമാണ്. ശരിക്കും എൻ്റെ മുൻവിധികളൊക്കെ തകർത്തുകൊണ്ടുള്ള ഒരു മണം. ഇതൊക്കെ കൊണ്ടിട്ടാണ് പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും മുൻവിധിയോടുകൂടി സമീപിക്കരുതെന്ന് പറയുന്നത്. ഞാൻ ധരിച്ചിരുന്ന സകല ധാരണകളെയും തകർത്തിട്ടുള്ള ഒരു മണമാണ് ഇതിൻ്റെ ഒരു മണം.
ആ ടോപ്പ് നോട്ട് പറയുന്ന ആ ഒരു മാൻഡറിൻ ഓറഞ്ച്, പിന്നെ ശരിയാണ്, കറക്റ്റ് ആ ഓറഞ്ചിൻ്റെ മണം തന്നെയാണ്. ഓറഞ്ചും ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ കമ്പോളങ്ങളിലും മാർക്കറ്റിൽ കിട്ടുന്ന പച്ച കളറിലുള്ള നാരങ്ങ, അധികം പഴുത്തിട്ടില്ലാത്ത, നമ്മൾ നാരങ്ങ വെള്ളത്തിന് ഉപയോഗിക്കുന്ന നാരങ്ങയല്ലേ, അധികം വലിപ്പമില്ലാത്ത ചെറിയ നാരങ്ങ, ആ നാരങ്ങയുടെ മണം. അതോടൊപ്പം തന്നെ മാൻഡറിൻ ഓറഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ മൊസംബിയുടെ മണം എന്ന് ഓർത്തിരുന്നാൽ മതി. മൊസംബി ജ്യൂസ് അധികം എല്ലാവരും കുടിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു മണവും നാരങ്ങയുടെ മണവും. ഒപ്പം സീവീഡ്, ഈ സീവീഡ് എന്ന് പറയുന്നത് കടൽ പായലാണ്, കടൽ പുല്ലാണ്. അപ്പോൾ അതിൻ്റെ മണമെന്ന് പറയുന്നത്, സീവീഡിൻ്റെ മണമെന്ന് പറയുന്നത് കടലിൻ്റെ ഒരു മണമാണ്, അതൊരു കടൽ പായലാണ്. അപ്പോൾ അത് സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ ഹാർബറിൻ്റെ തീരത്തൊക്കെ അല്ലെങ്കിൽ കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും ആ ഒരു മണം. പ്രത്യേകിച്ച് ചില മാസങ്ങളിൽ കടലിളകുന്ന സമയത്ത് ഈ ഒരു മണം വരാറുണ്ട്. ഒരു കടലിൻ്റെ ഒരു മണം, ഉപ്പുവെള്ളത്തിൻ്റെ മണം. ശരിക്കും സ്മെല്ല് ചെയ്യുമ്പോൾ ഉപ്പുവെള്ളം എന്തായിരിക്കും? ഉപ്പുവെള്ളം ഒരു കുപ്പിയിൽ നിറച്ചിട്ട് ആ ഉപ്പുവെള്ളം ഒന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന മണം എന്താണ്? അതാണ് ഇതിൻ്റെ മണം. അതോടൊപ്പം തന്നെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള 2-3 പെർഫ്യൂം കൂടി എനിക്കിതിൽ മെൻഷൻ ചെയ്യാനുണ്ട്. ഒന്ന് അക്വാ ഡി ജിയോ പ്രൊഫോണ്ടോ, പിന്നെ ഷനേൽ അല്യൂർ ഹോം സ്പോട്ട് എക്സ്ട്രീം, പിന്നെ ടെറഡെ ഹെർമസ്. ഈ 3 പെർഫ്യൂമിൻ്റെയും ഒരു സാന്നിധ്യം, ആ 3 പെർഫ്യൂമിൻ്റെയും മണങ്ങളുടെ ഒരു ബന്ധം ഈ ഒരു പെർഫ്യൂമിനുണ്ട്. ഇത് 3 ചേരുമ്പോൾ കിട്ടുന്ന ഒരു മണമാണ് ഈ പെർഫ്യൂം. ഞാൻ ഈ പറഞ്ഞ എക്സ്ട്രീം അല്യൂർ ഹോം സ്പോട്ട് എക്സ്ട്രീം ആണെങ്കിലും, പിന്നെ ടെറഡെ ഹെർമസ് ആണെങ്കിലും, അതുപോലെ തന്നെ അക്വാഡിജിയോ പ്രൊഫോണ്ടോ ആണെങ്കിലും, ഇത് 3ഉം ബ്ലൈൻഡ് ബൈ ആയിട്ടുള്ള പെർഫ്യൂംസാണ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂംസാണ്. അത് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ആ 3 പെർഫ്യൂമിൻ്റെയും മണമാണ് ഈ ഒറ്റ ബോട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്തൊരു മണം. അത് കറക്റ്റ് ഒരു അക്വാട്ടിക് മറൈൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇത് തന്നെയാണ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത പെർഫ്യൂമിൽ ഒട്ടും സിന്തറ്റിക് അല്ലാതെ, യാതൊരുവിധ ആർട്ടിഫിഷ്യൽ മണം ചേർക്കാതെ, നമുക്ക് കെമിക്കലിൻ്റെ മണമോ സ്മെല്ല് ചെയ്യുമ്പോൾ കെമിക്കൽ ഫീലിങ്ങോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കൃത്രിമത്വം ഇല്ലാത്ത ഒരു മണം, വളരെ നാച്ചുറലായിട്ട് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ഏത് നോട്ടും ഇതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈഡ് ഓൺ ഒരു രക്ഷയില്ലാത്ത ഡ്രൈഡ് ഓൺ ആണ്. ചില പെർഫ്യൂമിൻ്റെയൊക്കെ ഡ്രൈഡ് ഓൺ ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല, ചില മണങ്ങളൊക്കെ ചിലർക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ ഇതിൻ്റെ ഡ്രൈഡ് ഓണിന് കഥ വ്യത്യാസമാണ്. ഇതിൻ്റെ ഡ്രൈഡ് ഓൺ വന്നപ്പോൾ എനിക്ക് ഷനേലിൻ്റെ ബ്ലൂഡേ ഷാനലിൻ്റെ ഒരു മണമായിട്ട് തോന്നി. അതുപോലെ തന്നെ അല്യൂർ ഹോം സ്പോട്ട് എക്സ്ട്രീം വരുമ്പോൾ കിട്ടുന്ന ഒരു ക്രീമി സിട്രസി ഫ്ലോറൽ ആ നോട്ട് കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾ അടിച്ചിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഷനേൽ പെർഫ്യൂമാണ് നിങ്ങൾ അടിച്ചിരിക്കുന്നതെന്ന് ഷനേലിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ചിലപ്പോൾ കരുതാൻ സാധ്യതയുണ്ട്. മുടക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ഫ്രഷ് സ്മെല്ലാണ്. നിങ്ങൾക്ക് ഫ്രഷ് പെർഫ്യൂംസ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമല്ലോ, ഫ്രഷ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്തായിരിക്കും വരുന്നത് അല്ലേ? ഒരു കടൽ തീരം, മറൈൻ, സിട്രസി, ഷവർ ജെൽ, അക്വാട്ടിക്, നമുക്ക് എനർജി തരുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വളരെ ബ്രൈറ്റായിട്ടുള്ള, നമുക്ക് അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്ന, അടിച്ചു കഴിഞ്ഞാൽ ഒരു യാത്ര അങ്ങ് പോകാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എങ്ങോട്ടെന്നും ഇല്ലാതെ ഒരു യാത്ര പോകാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മണം. അതായത് വളരെ എനർജിക് ആയിട്ടുള്ള ഒരു മണം, നമുക്ക് വല്ലാത്തൊരു ഫീല് തരുന്നൊരു മണം. അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ ഇതാണ് കറക്റ്റ് അക്വാട്ടിക് സ്മെല്ല്. ഈ മഴ സമയത്ത് നിങ്ങൾ കടലിൽ കുളിച്ചിട്ടുണ്ടോ? ഈ കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം. പിള്ളേർ കുളിച്ചിട്ടുണ്ടാവും നിങ്ങൾ പലരും. നല്ല പെരുമഴയുള്ള സമയത്ത് കടലിലേക്ക് ചാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, ഒരു അനുഭൂതി എന്ന് വിളിക്കാം ആ വാക്ക്, അനുഭൂതി. ആ ഒരു കടലിൻ്റെ ആ ഒരു ഹുങ്കാര ശബ്ദവും പുറത്ത് പെയ്യുന്ന മഴയും, കടൽ ആ സമയത്ത് സ്വല്പം ചൂട് കാണും. നല്ല മഴ പെയ്യുന്ന സമയത്ത് കടലിൽ ചൂട് കാണും. ആ ഒരു ഹോട്ട് ഒരു ചൂടിൻ്റെ ആ ഒരു ഫീലും കിട്ടുന്നുണ്ട്, ഒരു ചൂട് സ്മെല്ലും. ഒരു സത്യം പറഞ്ഞാൽ കറക്റ്റ് ചൂട് സമയത്ത്, നല്ല പൊള്ളുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണിത്. അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക, വൈകുന്നേരം ഉപയോഗിക്കാം. പക്ഷെ എങ്കിലും ഇത് കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ചൂടുള്ള സമയത്ത് പുറത്തേക്ക് അടിച്ചിട്ട് ഇറങ്ങാൻ ഒരു ഡേ ടു ഡേ നിങ്ങൾക്ക് പറ്റിയൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഉറപ്പായിട്ടും വാങ്ങുക, ഇത് വർത്താണ്.
വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ നിങ്ങൾ സ്മെല്ല് ചെയ്തിരിക്കേണ്ട മണങ്ങളാണ്. അക്വാട്ടിക് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആവണം അക്വാട്ടിക്, അല്ലാതെ അക്വാട്ടിക് എന്നുള്ള പേരും കൊടുത്തിട്ട് കുറേ സിന്തറ്റിക് സ്മെല്ല് വാങ്ങി അടിച്ചിട്ട് കാര്യമില്ല. ഇത് യുണീക്ക് ആണോ എന്ന് ചോദിച്ചാൽ യുണീക്ക് ആണെന്ന് പറയാം. കാരണം ഞാൻ തന്നെ അനേകം പെർഫ്യൂംസ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, അനേകം പെർഫ്യൂംസ് സ്മെല്ല് ചെയ്തിട്ടുണ്ട്. എങ്കിലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ ഈ ബോക്സ് തുറന്ന് ഒന്ന് സ്മെല്ല് ചെയ്തപ്പോൾ, ഞാൻ ആദ്യം വാങ്ങിയ സമയത്ത്, ഇപ്പോഴല്ല മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, വാങ്ങിയ സമയത്ത് ജസ്റ്റ് ഒന്ന് തുറന്നപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ മണം കിട്ടി. ആ ഒരു നാരങ്ങയുടെ മണവും ഓറഞ്ചിൻ്റെ മണവുമാണ് എനിക്ക് തുടക്കത്തിൽ കിട്ടിയത്. എനിക്ക് അടിക്കേണ്ടി വന്നില്ല. അടിക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മുറി മുഴുവനും ഒരു, അറിയാലോ, ഒരു നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെ ഒരു മണമെന്ന് പറയുന്നത് നമുക്ക് ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്നൊരു നോട്ടാണ്. പ്രത്യേകിച്ച് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, ഈ പഠിക്കുന്ന സമയത്ത് നാരങ്ങ കട്ട് ചെയ്ത് അടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏകാഗ്രത കുറച്ചും കൂടി ഷാർപ്പാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ അത്തരം ചിന്തകളൊക്കെ എടുത്തു മാറ്റി പകരം നമ്മൾ ബൂസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു തരം നോട്ടാണ് ഇതിൻ്റേത്. അതുകൊണ്ടാണ് പലർക്കും അക്വാട്ടിക് പെർഫ്യൂംസിനോട് ഒരു താല്പര്യം പ്രത്യേകിച്ചുള്ളത്. പ്രത്യേകിച്ച് ലേഡീസിന്, ഗേൾസിന് അക്വാട്ടിക് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റിയൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഉറപ്പായിട്ട് വാങ്ങുക, ഇത് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഇനി ഇതിൻ്റെ ലോങ്ജിവിറ്റി, സത്യം പറയട്ടെ, ലാസ്റ്റിംഗ് ഇല്ലയെന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ എൻ്റെ ബോഡിയിൽ ഇത് 6-7 മണിക്കൂർ നിന്നു. 6-7 മണിക്കൂർ എൻ്റെ ബോഡിയിൽ നിന്നു. ഇത് എൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അടിച്ചിട്ട് എനിക്കിത് 6-7 മണിക്കൂർ എൻ്റെ ബോഡിയിൽ തന്നെ മണം ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ കിട്ടും. ഒരു 8-10 അടിയൊക്കെ അടിച്ചിട്ട് ഒരു വെള്ള ഷർട്ട്, US പോലോടെ ഒരു ഷർട്ട്, വെള്ള ലിനൻ ഷർട്ട് ഇട്ടിട്ട് ഒരു ലിനൻ പാൻറ്റും ഇട്ട് ഒന്ന് ഇറങ്ങുക, പുറത്തേക്ക് ഇറങ്ങുക, ഇതടിച്ചിട്ട് ഇറങ്ങുക. നല്ല പ്രൊജക്ഷൻ കിട്ടും, നല്ല ലോങ്ജിവിറ്റി ഉണ്ട്, കോംപ്ലിമെൻറ്റ്സ് കിട്ടും, ആൾക്കാർ നോട്ടീസ് ചെയ്യും. ഒരിക്കലും ഒരു ചീപ്പ് പെർഫ്യൂമാണ് അടിച്ചിരിക്കുന്നതെന്ന് ആർക്കും തോന്നില്ല. അപ്പോൾ വർത്താണ് എല്ലാം കൊണ്ടും. ഫ്രഷ് പെർഫ്യൂംസ് നോക്കുന്നവർക്ക് തലവയ്ക്കാൻ പറ്റിയ ഒരു അഡാർ ഐറ്റമാണ് അക്വ ഓർ ഹോം. ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാം. മെയിനായിട്ട് ഓഫീസിലുള്ളവർക്ക്, ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഇനൊഫെൻസീവാണ്. അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടോ യാതൊരു വിധ ശല്യം സൃഷ്ടിക്കാത്ത മണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ്, ലേഡീസിന് ഇഷ്ടപ്പെടും. പിന്നെ കോംപ്ലിമെൻറ്റ് മോൺസ്റ്ററാണ്. വെയിലത്തടിച്ചിട്ട് ഇറങ്ങാം. ഓഫീസിലിരുന്നിട്ട് പെട്ടെന്ന് ഒരു ബ്രാഞ്ച് വിസിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുമ്പോഴൊക്കെ അടിക്കാൻ പറ്റിയ പെർഫ്യൂമാണ്. അപ്പോഴും മണം ഉണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ടും വർത്തായിട്ടുള്ള പെർഫ്യൂം. അതുപോലെ തന്നെ കോളേജിൽ പോകുന്നവർക്ക്, പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ അടിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കും. വൈകുന്നേരം ഉപയോഗിക്കാം, ഇത് ചൂട് സമയത്ത് ഉപയോഗിക്കാം, മഴയുള്ള സമയത്ത് ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. മഴയുള്ള സമയത്തും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. വെർസാച്ച് ഡെനിം ബ്ലൂ ഒക്കെ നിങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ ഇതും കൂടെ വാങ്ങുക. ഇതും നല്ല പെർഫ്യൂമാണ്. അപ്പോൾ തീർച്ചയായും വാങ്ങുക. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈപ്പ് കിട്ടേണ്ട സാധനങ്ങളാണ്. എന്തുകൊണ്ട് ഇതൊക്കെ ഹൈപ്പ് ഇല്ലാതെ പോകുന്നുള്ളതാണ് എന്നെ അലട്ടുന്ന ഒരു ചോദ്യം. എനിവേ, ഇത്രയുമാണ് എനിക്കൊരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡായി. ഞാൻ അങ്ങനെ എനിക്ക് എല്ലാ പെർഫ്യൂമിലും ആ ഒരു വീണ്ടും നമുക്ക് വാങ്ങണമെന്നങ്ങനെ പലതും പ്രേരിപ്പിക്കാറ്. എന്നാൽ അപൂർവം ചില പെർഫ്യൂംസൊക്കെയാണ് നമുക്ക് ആ തീരുമ്പോൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. അത്തരത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു പെർഫ്യൂം തീർച്ചയായും വാങ്ങുക. നമുക്ക് ഇഷ്ടപ്പെടും, ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വൈബ് അറിയാവുന്നവർക്കൊക്കെ ഇത് മനസ്സിലാവും, കൊളുത്തിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായും പരിഗണിക്കണം. പിന്നെ ഹെർമസ് H24, ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ മണമെന്ന് പറയുന്നത് റോബസ്റ്റ പഴമില്ലേ, ആ റോബസ്റ്റ പഴം, അതുപോലെ തന്നെ ഒരു പച്ചിലകളുടെ മണം, ഇളം പുല്ലിൻ്റെ മണം, ഇളം മുളയില്ലേ, ഇളം മുളയുടെ നാര് അല്ലെങ്കിൽ ഇളം മുളയുടെ ഇലകളുടെയൊക്കെ ഒരു മണം, ഒരു കണ്ണുനീര് പോലെ ഒരു തെളിഞ്ഞൊരു മണം. അതുപോലെ തന്നെ ഇതൊരു സോപ്പി പെർഫ്യൂം എന്നാണ് പറയാം. ക്ലീൻ സോപ്പി, ഒരു അക്വാട്ടിക് ആണെന്ന് വെച്ചാൽ അക്വാട്ടിക് ആണ്. വളരെ യൂണീക്കായിട്ടുള്ള മണം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതടിച്ചിട്ട് നിങ്ങളുടെ വിയർപ്പുമായിട്ട് കൂടിച്ചേർന്ന് പുറത്ത് വരുന്ന മണം ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഒരൊറ്റ സ്പ്രേ കൊണ്ട് നിങ്ങളുടെ മുറിയിൽ ഇത് അടിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു മുറിയിൽ ഒരു സ്പ്രേ അടിക്കുക. എന്നിട്ട് കുറച്ച് നേരം പുറത്തേക്ക് പോയിട്ട് ഒന്ന് തിരിച്ച് കയറുമ്പോൾ അറിയാൻ പറ്റും ആ മണം അവിടെ തന്നെ ഉണ്ടാവും. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും.
ഇത് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഹെർമസ് H24 ഓടെ പെർഫ്യൂം ധൈര്യമായിട്ട് വാങ്ങുക. ലോങ്ജെവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. പിറ്റേ ദിവസത്തെ ഷർട്ടിൽ മണം ഉണ്ടായിരുന്നു. നല്ല ലാസ്റ്റിങ്ങുള്ള പെർഫ്യൂമാണ്. ഓഫീസിലൊക്കെ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോംപ്ലിമെൻ്റ് ചെയ്യും. പിടിച്ച് നിർത്തി ചോദിക്കും ഇത് ഏത് പെർഫ്യൂമാണ്. ഒരു രക്ഷയില്ലാത്ത മണം, ഗംഭീര അനുഭവം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ സമ്മതിക്കണം. എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിക്കുന്നുള്ളതാണ്. ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനുണ്ട്, നല്ല പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇതുവരെ സ്മെല്ല് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലാത്തൊരു മണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്താ ചേട്ടാ ബ്ലൂ ഡേ ഷാനൽ, ഡിലം ബ്ലൂ, ഡിയോർ സവാഷ് ഒട്ടുമിക്ക പെർഫ്യൂം ഉപയോഗിച്ചു ഇതൊക്കെ മടുപ്പായി. ഇനി ഏത് പെർഫ്യൂം ഉണ്ടോ എന്ന് പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ. എന്നാൽ പുതിയതായിരിക്കണം, യുണീക്കായിരിക്കണം, നമുക്ക് എന്തൊക്കെ ഓർമ്മകൾ തരണം, നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറണം. അടിക്കുമ്പോൾ തന്നെ ഏത് പെർഫ്യൂമുണ്ട്, ഇതെടുത്തോ, ഹെർമസ് H24. യുണീക്കാണ്. ആരുടെ കയ്യിൽ ഈ ഒരു മണം ഉണ്ടാവില്ല, നിങ്ങൾ സ്മെല്ല് ചെയ്തിട്ടേ ഉണ്ടാവില്ല. അൾട്രാ യുണീക്കായിട്ടുള്ളൊരു പെർഫ്യൂമാണ് ഹെർമസ് H24. അപ്പോൾ ഇത് രണ്ട് ഞാൻ സെയിലിനും വെച്ചിട്ടുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുക, ധൈര്യമായിട്ട് വാങ്ങുക. നല്ല പെർഫ്യൂമാണ്. ബുൾഗാരി, ഓർഹോമും ഇത് രണ്ടും സെയിലുണ്ട്. നമ്പർ ഞാൻ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ലോങ്ജിവിറ്റി കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പറയുക. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.